പാഠമൊன்று സൃഷ്ടാവായ പേയത്തെ കണ്ടുമുട്ടൽ. കുറിപ്പൊன்று പേയിൻ്റെ സവിശേഷതകൾ. നമസ്കാരം. പേയിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുഴുവൻ ഉണ്ടാക്കിയ പേയിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേയ് ആകാശത്തെയും ഭൂമിയെയും കടലിനെയും അതിലുള്ള എല്ലാറ്റിനെയും ഉണ്ടാക്കിയ പേയ് അരളി ചെയ്തതും വിളാക്കുണ്ടാകട്ടെ. വിളാക്കുണ്ടായി. പേയ് സൃഷ്ടാവാകുന്നു. സർവ്വലോകത്തെയും അവിടുന്നാണ് ഉണ്ടാക്കിയത്. ആകയാൽ സകലതും പേയിൻ്റെ ആകുന്നു. പേയ് വലിയ മലയിലെ മരങ്ങളെയും മൃഗങ്ങളെയും പക്ഷിയെയും തണ്ണിയിലുള്ള മീനുകളെയും ആകാശത്തെയും മേഘങ്ങളെയും നിലാവിനെയും വെള്ളിയെയും അങ്ങനെ മുഴുവനെയും ഉണ്ടാക്കി. സൃഷ്ടിതാവായ പേയ് തികച്ചും നല്ലവരാണ്. പേയ് ഒരിക്കലും തിന്മ ചെയ്യുകയില്ല. പേയിൽ തിന്മ ഒട്ടുമില്ല. പേയ് തിന്മയെ വെറുക്കുന്നു. ആരും പേയിനുണ്ടാക്കിയതല്ല. പേയിന് ആരംഭമില്ല. പേയ് എപ്പോഴും ഉണ്ട്. പേയിന് അമ്മയോ അപ്പനും ഇല്ല. പേയ് ജനിച്ചവരല്ല, ആകയാൽ മരിക്കുകയുമില്ല. പേയ് ഒരിക്കലും ക്ഷീണിക്കുന്നില്ല, ഉറാങ്ങുന്നില്ല, വയസ്സാകുകയോ പേരളാവുകയോ ചെയ്യുന്നില്ല. സൃഷ്ടാവായ പേയിന് മാറ്റമില്ല. പേയ് എപ്പോഴും നല്ലവനാണ്, എപ്പോഴും നീതിമാനുമാണ്. ചിലപ്പോൾ ഒരാൾ ഒരു കഷ്ണം തടിയോ കല്ലോ എടുത്ത് ഒരു മനുഷ്യൻ്റെയോ പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ രൂപം കൊത്തിയുണ്ടാക്കാം. പിന്നെ അയാൾ അതിനെ അവൻ്റെ പേയാക്കുന്നു. അതിൻ്റെ മുമ്പിൽ കുമ്പിടുകയും നമസ്കരിക്കുകയും നിവേദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഒരു മരത്തിൻ്റെയോ ഒരു കല്ലിൻ്റെയോ കഷ്ണത്തിന് കേൾക്കാൻ കഴിയുമോ? കരാപ്പാൻ കഴിയുമോ? നടാക്കാൻ കഴിയുമോ? നിങ്ങൾ ബുദ്ധിമുട്ടിലാകുമ്പോൾ നിങ്ങളുടെ അടുക്കൽ വരാൻ കഴിയുമോ? തീർച്ചയായും അതിന് ഇതൊന്നും സാധിക്കില്ല. ദുരാത്മാക്കളാണ്. ഒരു മുറി തടിയോ കല്ലോ പേയാണെന്നൊരു വിചാരം നമ്മിൽ കൊണ്ടുവരുന്നതും നമ്മെ ഈ വിധം കളിപ്പിക്കുന്നതും നോക്കുക. സൃഷ്ടാവായ പേയ് ജീവനുള്ളതാണ്. പേയിനെ കാണാനും കേൾക്കാനും കരാപ്പാനും കഴിയും. ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ആരുടെയും സഹായം ആവശ്യമില്ല. സൃഷ്ടാവായ പേയ് മറ്റെല്ലാ ദേവന്മാരെക്കാളും വലിയവനാണ്. അവിടുന്ന് എല്ലായിടത്തെയും സകലത്തെയും ഉണ്ടാക്കിയവനാണ്. ആ പേയ് നമ്മളോട് കരാപ്പുന്നു. ഞാനാണ് നിന്റെ പേയ്, ഞാനല്ലാതെ മറ്റൊരു പേയില്ല എന്ന്. പേയ് സൃഷ്ടാവായ പേയ് മഹാനാണ്. അവിടത്തേക്ക് തൽക്ഷണം എവിടെയും കാണുവാൻ കഴിയും. പേയിന് സർവശക്തിയുണ്ട്. അവിടുന്ന് സകലത്തെയും ഈ വലിയ ലോകത്തെയും ആകാശത്തെയും ഉണ്ടാക്കി. കത്തിജ്വലിക്കുന്ന സൂര്യനെയും തണുത്ത ആഴമേറിയ കടലിനെയും പേയുണ്ടാക്കി. പേയ് അവയോട് പറയുന്നത് പോലെ അവർ ചെയ്യുന്നു. അവർ ചെയ്തേ മതിയാകൂ. അവിടുന്ന് കാറ്റിനെയും കൊടുങ്കാറ്റിനെയും ഉണ്ടാക്കി. അവയ്ക്ക് അവിടുത്തെ തടയാവുന്നതല്ല. പേയൊരു അഗ്നി പർവ്വതത്തെക്കാളോ ഭൂകമ്പത്തെക്കാളോ വലിയവനാണ്. പേയാണ് അവയെ ഉണ്ടാക്കിയത്. പേയ് സകല വെള്ളിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. അവയെ എല്ലാം അറിയുകയും ചെയ്യുന്നു. ഭൂമിയിലുള്ള സകല നായകന്മാരിലും വലിയവനാണ് പേയ്. ആരൊക്കെയും കാറ്റിലെ പൊടി പോലെ എത്ര എന്ന് പേയ് കരാപ്പുന്നു. പേയ് എത്ര വലിയവൻ എന്ന് നോക്കുക. അവിടുന്ന് എല്ലാ നായകന്മാർക്ക് നായകനാകുന്നു. കാരണം അവിടുന്നാണ് എല്ലാ അധികാര സ്ഥാനമാനങ്ങളെയും ഉണ്ടാക്കിയത്. എല്ലാം അവിടേക്കുമുള്ളതുമാകുന്നു. ശ്രദ്ധിക്കുക, ഇനിയുമുണ്ട് പേയിന്. എല്ലാം കാണാൻ കഴിയുന്നു. കരിക്കലുള്ളത് കാണാം. ഗുഹയുള്ള മൃഗങ്ങളെയും മടയിലുള്ള എലികളെയും
ആയമുള്ള തണ്ണിലുള്ള മീനുകളെയും ഗിരികളുടെ ശൃംഗങ്ങളെയും ഭൂമിക്ക് ഇടയിലുള്ള ഭൂമിക്കടിയുള്ള മടകളെയും കാണാൻ പേയിന് കഴിയും. പേയിന് എല്ലാം കേൾക്കാൻ കഴിയും. പുല്ലിൽ മേൽ ഇഴയുന്ന തുരങ്കങ്ങളുടെ ശബ്ദം കേൾക്കാൻ കഴിയും. മണ്ണിൽ വീടുണ്ടാക്കുന്ന ഉറുമ്പിൻ്റെ ഒച്ച മനുഷ്യൻ തമ്മിൽ രഹസ്യം കരാപ്പുന്നത് പേയിന് കേൾക്കാൻ കഴിയും. ആർക്കും പേയിൽ നിന്നും ഒന്നും മറക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും പേയ് നിങ്ങളെ കാണുന്നു. പേയ് എല്ലാം അറിയുന്നു. ഭൂമിയിലുള്ള സകല അറിവുള്ളവനേക്കായി മേലെ അറിവുള്ളതാണ് പേയ്. പേയത്തെ തെറ്റിപ്പിക്കുവാനോ കളിപ്പിക്കുവാനോ ആർക്കും കഴിയില്ല. യാതൊരു മന്ത്രവാദികൾക്കും ശൈത്താന് ശക്തിയുള്ളവർക്കും കഴിയുന്നല്ല. പേയ് തെറ്റുകൾ വരുത്തുന്നില്ല. പേയിന് എല്ലാം അറിയാം. നിന്നെ പറ്റിയിട്ടുള്ളതെല്ലാം പേയിന് അറിയും. നീ സങ്കടപ്പെടുന്നതും പേടിക്കുന്നതും ചിന്തിക്കുന്നതും പോലും പേയിനെ അറിയാൻ കഴിയുന്നു. പേയ് സ്നേഹിക്കുന്ന പേയാണ്. പേയ് എല്ലാവരെയും, ആമ്പിളനെയും പൊമ്പിളനെയും യൗവനക്കാരെയും പേരാളായവരും പിള്ളകളെയും എല്ലാം പേയ് സ്നേഹിക്കുന്ന പേയാണ് എന്ന് എല്ലാവരും അറിയണമെന്ന് പേയ് ആഗ്രഹിക്കുന്ന പേയ് തികച്ചും നല്ലവനും ദോഷത്തെ വെറുക്കുന്നവനും എന്ന് എല്ലാവരും അറിയാൻ പേയ് ആഗ്രഹിക്കുന്നു. എല്ലാവരും പേയിനെ സ്നേഹിക്കണമെന്ന്, അവരുടെ ദോഷവൈകളെ വിട്ട് മാറണമെന്ന് പേയ് ആവശ്യപ്പെടുന്നു. എല്ലാവരും തങ്ങളുടെ ബൊമ്മകളെയും അന്യപേയും വിട്ടു പിരിയണമെന്ന്, പേയിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുതെന്നും പേയ് ആവശ്യപ്പെടുന്നു. പേയ് സത്യപേയ് സകലത്തെയും ഉണ്ടാക്കിയവനാകുന്നു. ഭൂമിയെയും ഭൂമിയിലുള്ള എല്ലാതും ഉണ്ടാക്കിയ ശേഷം പേയ് ആദ്യത്തെ ആമ്പിളനും പൊമ്പിളനും ഉണ്ടാക്കി. അവർ നല്ലവരായിരുന്നു. പേയ് അവരെ സ്നേഹിച്ചു. അവർക്ക് ജീവിക്കുവാൻ നല്ല ഒരു തോട്ടവും അതിൽ അവർക്ക് തിന്നുവാൻ നല്ല രസമുള്ള പഴങ്ങൾ ഉണ്ടാകുന്ന മരങ്ങളെ ഉണ്ടാക്കി. പേയ് ഉണ്ടാക്കിയ മനുഷ്യന് ആദാം എന്നു ഒരു പേരായിരുന്നു. പൊമ്പിളയുടെ പേര് ഹവ്വ എന്നു. പേയ് അവരെ സ്നേഹിച്ചു. അവർ പേയിനെയും സ്നേഹിച്ചു. അവർ തോട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും പേയ് അവരെ പഠിപ്പിച്ചു. അവർ അത് അനുസരിക്കുകയും വളരെ സന്തോഷമായി വളരെ സുഖമായി ജീവിച്ച് പോരുകയും ചെയ്തു. നിങ്ങളെ സ്നേഹിക്കുന്ന ഈ പേയിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ പേയിനോട് കൂടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ശ്രദ്ധിക്കുക, കൂടുതലായ നിങ്ങൾക്ക് കരാപ്പിത്തരാം. ഞാൻ ഈ പേയിനെക്കുറിച്ച് അറിഞ്ഞത് എങ്ങനെയെന്നും ഞാൻ നിങ്ങൾക്ക് കരാപ്പിത്തരാം. പാഠം 2. സൃഷ്ടിപ്പും വീഴ്ചയും. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈ പർവ്വതങ്ങളിൽ മരങ്ങൾ ഒന്നുമില്ലായിരുന്നു, മൃഗങ്ങൾ ഒന്നുമില്ലായിരുന്നു, ജലസ്രോതസ് ഇല്ലായിരുന്നു. പേയിന് ബോധിച്ച വണ്ണം പേയ് അവയെ എല്ലാം ഉണ്ടാക്കി. പേയ് അവയോട് ആരംഭിക്കുവാൻ കൽപ്പിച്ചു. വിളാക്ക് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വിളാക്കുണ്ടായി. പുഴകളും തടാകങ്ങളും ഉണങ്ങിയ നിലങ്ങളും ഉണ്ടാകട്ടെ എന്ന് പേയ് കൽപ്പിച്ചു. അങ്ങനെ ഉണ്ടായി. പിന്നെ പേയ് പച്ച പുല്ലുകളും മരങ്ങളും എല്ലാ ചെടികളും മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു. അവ ഒക്കെ ഉണ്ടായി വന്നു. പഴങ്ങൾ കായ്ക്കുന്ന മരങ്ങൾ, പച്ചക്കറി ഇനങ്ങളും ഇങ്ങനെയുള്ളതൊക്കെയും വളരാൻ തുടങ്ങി. അങ്ങനെ തന്നെ പേയ് പക്ഷികളെയും മീനുകളൊക്കെയും മൃഗങ്ങളെയും കാണപ്പെട്ട സകലത്തെയും പേയ് കൽപ്പനയാൽ ഉളവായി. പേയ് മനുഷ്യനെയും ഉണ്ടാക്കി. എന്നാൽ ആദ്യം ഒരാളിനെ മാത്രം ഉണ്ടാക്കി. അവനെ ആദാമെന്ന് വിളിച്ചു. തുടർന്ന് പേയ് ആദാമിനെ നല്ല ഉറാക്ക് കൊടുത്തു. ആദാം ഉറങ്ങുമ്പോൾ പേയ് ആദാമിൻ്റെ ഒരു വാരിയെല്ലെടുത്ത് അതിൽ നിന്ന് ആദ്യത്തെ പൊമ്പളനെ ഉണ്ടാക്കി.
പേയ ആ പൊമ്പിളിനെ ആദാമിനെ ഒരു സഹായിയായി അവൻ്റെ പൊമ്പിളയായി കൊടുത്തു. ആദാം അവൾക്ക് അവ്വായൊന്ന് പേര് ചൊല്ലി. പേയ ആദാമിനെ സകലവിധ ഫലങ്ങളും വിളയുന്ന ഒരു നല്ല സ്ഥലത്താക്കി തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പകാമൊഴികെ എല്ലാ മരത്തിൻ്റെയും പകം തിന്നുവാൻ പേയ ആദാമിന് അനുവാദം കൊടുത്തു. അതിൻ്റെ പകം തിന്നരുത് എന്ന് കൽപ്പിച്ചു. എന്നാൽ ഒരു ദിവസം ശൈത്താൻ തോട്ടത്തിൽ വന്ന്, ശൈത്താൻ പേയിൻ്റെ ശത്രുവാണ്, പേയിൻ്റെ ജനത്തിൻ്റെയും അവനൊരു പാമ്പിൻ്റെ വേഷത്തിൽ വന്നതാണ്, തിന്നരുതെന്ന് പേയ് കരാപ്പി. മരത്തിൻ്റെ ഫലം തിന്ന നല്ലതാണെന്ന് ശൈത്താൻ അവളോട് കരാപ്പി. അവൾ വഞ്ചിക്കപ്പെട്ടു. അവൾ ആ പകം കുറച്ച് തിന്നു. കുറച്ച് ആദാമിനെ കൊടുത്തു. ആദാം അത് തിന്നുകയും ചെയ്തു. പിന്നീട് അവർ തോട്ടത്തിൽ പേയിൻ്റെ ഒച്ച കേട്ടു പേടിത്ത് ഒളിത്തിരുന്നു. ആദാമേ, നീ എവിടെയായിരുന്നു എന്ന് പേയ് കരാപ്പിയപ്പോൾ ഞാൻ പേടിച്ച് ഒളിഞ്ഞിരിക്കുവാണെന്ന് ആദാം കരാപ്പി. തിന്നരുതെന്ന് ഞാൻ കരാപ്പി. ഫലം നീ തിന്നുവോ എന്ന് പേയ് കരാപ്പി. പൊമ്പളെ എനിക്ക് തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. തിന്നു എന്ന് ആദാം എന്നോട് കരാപ്പി. പേയ് അവയോട്, നീ എൻ്റെ വാക്കുകൾ അനുസരിക്കാതെ ഇരുന്നത് കൊണ്ട് നീ പ്രസവിക്കുമ്പോഴൊക്കെയും നിനക്ക് വലിയ വരുത്തമുണ്ടാകും. നീ എപ്പോഴും നിന്നെ ആളിനെ അനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞ പേയ് ആദാമിനോട്, നീ എന്നെ നിനക്ക് അനുസരമില്ലേ, അതുകൊണ്ട് നിനക്ക് അധികം ഫലം തരില്ല. അതിൽ മുള്ളും പാറക്കരയും മുളയ്ക്കും. നീ മണ്ണിൽ കഠിന അധ്വാനം ചെയ്ത് നിന്റെ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കും. നീ പിന്നെ ജീവൻ പോകും. നിന്നെ ഉണ്ടാക്കുവാൻ ഞാനെടുത്ത മണ്ണിലേക്ക് നീ തിരികെ ചേരും. നിങ്ങൾ ഇനി എൻ്റെ ഒറ്റ തുണക്കാരായിരിക്കില്ല. ഇത് നിനക്കുള്ള ശിക്ഷയാകുന്നു എന്ന് പറഞ്ഞു. പിന്നെ പേയ് ആദാമിനെയും അവയെയും ആ നല്ല സ്ഥലത്തു നിന്ന് വെട്ടയാക്കി. തുടർന്ന് അവിടെ താമസിക്കുവാൻ പേയ അവരെ സമ്മതിച്ചില്ല. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുവാൻ വേറൊരു സ്ഥലം കണ്ടു എത്തേണ്ടത് ആവശ്യമായി വന്നു. ജീവിതം അവർക്ക് കഠിനമായി തോന്നി. പേയ് അവർക്ക് അകലെയായി അനുഭവപ്പെട്ടു. അവർ ജീവൻ പോകുകയാണെന്ന് അവർക്ക് മനസ്സിലായി. എൻ്റെ തുണക്കാര് നമ്മൾ ആദാമിനെയും അവയെയും പോലെയാണ്. നമ്മൾ പേയിൻ്റെ വാക്കുകളെ ധിക്കരിക്കുന്നു. പേയിനെ സങ്കടപ്പെടുത്തുന്ന മറ്റ് അനേക കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. ആദാമിന് അവ്വായ്ക്കും കിടത്ത ശിക്ഷ നമുക്കും കൂടിയതുള്ളതാണ്. എങ്കിലും പേയ് നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ രക്ഷിക്കുവാൻ ഒരു പദ്ധതി ഉണ്ട് താനും. നാം പേയിങ്കിലേക്ക് തിരികെ ചൊല്ലേണ്ടതിലുള്ള വഴിയൊരുക്കുവാൻ പേയ് തൻ്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ അനുസരണക്കേടിന് പ്രായശ്ചിത്തമായി യേശു ജീവൻ പോയി, എങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നാം അറിയിക്കുന്ന ശിക്ഷയാണ് യേശു ഏറ്റെടുത്തത്. നാം യേശുവിൽ അർപ്പിക്കണമെങ്കിൽ പേയ് നമ്മളെ സ്വീകരിക്കും. നിങ്ങൾ പേയിനോട് കരാപ്പുമ്പോൾ കരാപ്പാൻ സാധിക്കും. നിങ്ങളെ സഹായിക്കുവാൻ യേശുവിനെ അയച്ചു തന്നതിന് പേയിനോട് നന്ദി പറയുവാൻ സാധിക്കും. പാഠം 3. ഇനി ഞാൻ പേയിൻ്റെ ന്യായവിധിയെക്കുറിച്ചും രക്ഷക പ്രവർത്തിയെക്കുറിച്ചും നിങ്ങളോട് ചൊല്ലാം. ഗ്രാമത്തിൽ കേട്ട ഒരു സംഭാഷണം ഇതാ. പേയിൻ്റെ ന്യായവിധി. നിങ്ങൾ ചർച്ച മുഴുവൻ കേട്ടുവോ? കേട്ടു. ദിവസം മുഴുവൻ അത് ശ്രദ്ധിക്കുകയായിരുന്നു. എന്നോട് അതൊന്ന് കരാപ്പാമോ? മുഖ്യൻ വളരെ നീതിമാൻ ആയിരുന്നു. മറ്റു മൂപ്പന്മാരും നമ്മൾ പറയുന്ന വ്യക്തി ശരിക്കും കുറ്റവാളിയാണ്. അയാളുടെ ലംഘനം വളരെ ഗൗരവമുള്ളതാണ്. ഓ ശരി, എന്താണ് അതിൻ്റെ ശിക്ഷ? ശിക്ഷ വളരെ കഠിനം. തന്നെ അത് വഹിക്കുവാൻ അയാൾക്കത് കഴിയില്ല. ഏതായാലും അത് ശരിയായതും നീതിയുക്തമായ ശിക്ഷ തന്നെ. വളരെ ദുഃഖകരം. ആ മനുഷ്യൻ വളരെ കാലം, ഒരു പക്ഷേ തൻ്റെ ജീവിതകാലം മുഴുവൻ
അതിൻ്റെ ഭാരം ചുമക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അങ്ങനെയോ വരൂ എന്ന കുറപ്പുണ്ട്. അയാൾ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുകയും അതിനുള്ള ശരിയായ ശിക്ഷയാണ് കിടത്തിയിരിക്കുന്നത് എന്നറിഞ്ഞിരിക്കുകയും ചെയ്തപ്പോൾ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. അയാൾ ആ ശിക്ഷ എങ്ങനെ വഹിക്കും എന്ന് അയാൾക്ക് നിശ്ചയമില്ലായിരുന്നു. ഉടനെ മൂപ്പന്മാരിൽ ഒരാൾ ഇളാന്തു എൻ്റെ തുണക്കാരൻ്റെ ഹൃദയം തൻ്റെ തെറ്റിനെക്കുറിച്ച് ഓർത്ത് വളരെ വിഷമിച്ചിരുന്നു എന്നു മുഖ്യനോട് കരാപ്പി. കുറ്റവാളി വലിയ പണക്കാര് പാവപ്പെട്ടവനോ എന്ന് നോക്കാതെ തികച്ചും നീതിപൂർവമായ ഒരു വിധിയാണ് മുഖ്യൻ കൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന് കരാപ്പി. പക്ഷേ ഈ കുറ്റവാളി എൻ്റെ തുണക്കാരനായിരുന്നത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവനെ വിധിച്ചിരുന്ന ഈ പിഴ ഞാൻ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനെ കൊണ്ട് അത് സാധിക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയോ? താങ്കൾ സത്യമാണ് ചൊല്ലുന്നത്. അതേ, സത്യമാണ്. ഇത് കേട്ടപ്പോൾ ആ കുറ്റവാളി ആശ്ചര്യപ്പെട്ടു. പാവമായ ഈ എൻ്റെ തുണക്കാരൻ എത്തിരി നല്ലവൻ എന്നു ചിന്തിച്ചു. എങ്കിലും അയാൾ സമ്മതിച്ചു. അതോടെ പ്രശ്നം തീർപ്പാവും ചെയ്തു. തുണക്കാര, താങ്കൾക്കറിയുമോ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പോട്ടമാണ്. പേയിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നാം അത്യുന്നതനായ പേയിന് മുമ്പാകെ നിൽക്കുന്നവരാണ് എന്നാണ്. പേയ് നമ്മുടെ മനസ്സിനെ കാണുന്നു. നാം പാവികളും അപരാധികളും ആണെന്നു പേയ് അറിയുന്നു. പേയിൻ്റെ ശിക്ഷ പക്ഷേ നിത്യദണ്ഡനമാണ്. നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? നമുക്കെങ്ങനെ പേയിൻ്റെ ശിക്ഷയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ കഴിയും? ഒരിക്കൽ അതിൻ്റെ വില കൊടുക്കുവാൻ നമുക്ക് കഴിയില്ല. ആ കാര്യം പേയിനറിയാം. അതുകൊണ്ട് പേയ് തൻ്റെ പിള്ളയെ തന്നെ നമ്മുടെ ശിക്ഷയ്ക്ക് ഏറ്റെടുക്കുവാൻ അയച്ചു തന്നു. ആ ശിക്ഷ മാത്രമാണ് എന്നു ഞാൻ നിങ്ങളോട് കരാപ്പി എന്ന് ഓർക്കുന്നു. നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് പേയിൻ്റെ പിള്ള കുരിശന്മേൽ പാവജാഗമായി ജീവൻ പോയി. ഇപ്പോൾ പാപിയായ ഒരാൾ കുറ്റവാളിയായാൽ ഒരാൾ ഇത് തൻ്റെ ശിക്ഷയുടെ വിലയായി ഏറ്റെടുക്കാൻ അത് തയ്യാറായാൽ അവൻ തൻ്റെ ശിക്ഷകളിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതാണ്. പേയിൻ്റെ പുസ്തകം നമ്മളോട് കരാപ്പുന്നത് എല്ലാവരും ജീവൻ പോകുന്നവരാണെന്നും ജീവൻ പോയ ശേഷം വലിയ ഒരു ന്യായവിധി ഉണ്ടതുമാണ്. ഈ രണ്ടാമത്തെ ജീവൻ പോയെന്ന് തികച്ചും ഭീകരവുമാണ്. എന്നാൽ കൂട്ടുകാരാ, യേശുവിൻ്റെ കുരിശിന്മേലുള്ള മരണത്തിൽ നാം വിശ്വസിക്കുന്നതിലൂടെ പേയ് നമുക്കൊരു വഴി കാട്ടി തന്നിരിക്കുന്നു. ഇത്ര വലിയ ഒരു രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് പേജ് വചനം ചോദിക്കുന്നു. മറ്റൊരു രക്ഷയുമില്ല. നിങ്ങളിപ്പോൾ യേശുവിൽ വിശ്വസിക്കുകയും പേയിൻ്റെ ന്യായവിധിയിൽ നിന്നും രക്ഷയ്ക്കായി യേശുവിനെ സ്വീകരിക്കുകയും ചെയ്യുമോ? ഞാൻ നിങ്ങളോട് പേയ് പുത്രനായ യേശുവിനെ കുറിച്ച് കൂടുതൽ കരാപ്പിത്തരാം. പാഠം 4. യേശുവിൻ്റെ ജനനം പേയിൻ്റെ പുസ്തകമായ ബൈബിൾ കരാപ്പുന്നു. യേശു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ പേയിനോട് കൂടെയായിരുന്നു എന്ന് പേയ് ലോകത്തെ ഉണ്ടാക്കിയപ്പോൾ യേശു പേയിനെ സഹായിച്ചു. ദീർഘകാലം കഴിഞ്ഞ് അദ്ദേഹം മനുഷ്യവേഷം എടുത്ത് ഭൂമിയിലേക്ക് വന്നു. അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് കരാപ്പാം. മറിയ എന്നു പേരുള്ള ഒരു യുവതി ഉണ്ടായിരുന്നു. അവൾ കല്യാണം കഴിച്ചിരുന്നില്ല. അവൾ ആമ്പളനെ തൊട്ടിട്ടില്ല. ഔസേപ്പ് എന്ന ഒരു ആമ്പളെ അവൾ കല്യാണം കഴിക്കുവാൻ നിശ്ചയിച്ചിരുന്നു. അവർ കല്യാണം കഴിക്കുന്ന മുമ്പേ അവളോട് കരാപ്പുവാനായി പേയു ഒരു ദൂതനെ അവളുടെ അടുക്കൽ കഴിച്ചു. ദൂതൻ അവളുടെ അടുക്കൽ വന്നപ്പോൾ മറിയ പേടിച്ചു പോന. ഭയപ്പെടണ്ട,
പേയ് നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പേയ് നിനക്കൊരു പുള്ളനെ തരാൻ പോണു. നിനക്കിപ്പോൾ ഒരാളനില്ല. പേയിൻ്റെ നികാല് നിനക്കൊരു പുള്ളനെ ഉളവാക്കും. അവൻ്റെ പേര് യേശു എന്നായിരിക്കും. പേയ് തൻ്റെ ആൾക്കൂട്ടത്തെ അവരുടെ പാവങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പോകുന്നു എന്ന് ദൂതൻ അവളുടെ കരാപ്പി. ഞാൻ ഒരാമ്പളനെ തൊട്ടിട്ടില്ലേ, പിന്നെ ഇതെങ്ങനെ ഉണ്ടാകും എന്ന് മറിയ കരാപ്പിച്ചു. പേയ് ദൂതൻ മറുപടി ചൊന്ന, അവൻ ഒരു മനുഷ്യൻ്റെ സന്തതിയല്ല. അതുകൊണ്ട് തന്നെ നീ അവനെ പേയ്പുള്ളയെന്ന് വിളിക്കേണ്ടത് എന്ന്. അതിനുശേഷം പേയ്പുള്ള എന്നാണ് വിളിക്കേണ്ടതെന്ന്. അതിനുശേഷം ദൂതൻ പോന. ദൈവദൂതൻ കരാപ്പിയത് മറിയ നമ്പി. അതിനുശേഷം അവൾ മറ്റൊരങ്ങാടിയിൽ അവളുടെ കുടുംബ വീട്ടിൽ പോയി 3 മാസം ഇരുന്നു. അവൾ തിരുമ്പി വന്നപ്പോൾ അവൾ ബോറായിരുന്നു എന്ന് ഔസേപ്പ് കണ്ടു. അവനെ വളരെ സങ്കടമായി. അവളെ വിട്ടു പോകാൻ ആലോചിച്ചു. എന്നാൽ ദൂതൻ അവളുടെ അടുക്കൽ വന്നു അവനോട് വന്ന്, മറിയനെ കല്യാണം കഴിക്കാൻ പേടിക്കണ്ട. അവൾ പരിശുദ്ധാത്മാവിലാണ് വേറായിരിക്കുന്നത്. ആ പിള്ള ജനിക്കുമ്പോൾ നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം. അവൻ തൻ്റെ കൂട്ടത്തെ അവരുടെ പാവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പോകുന്നു എന്ന് കരാപ്പി. പിന്നെ ഔസേപ്പ് മറിയനെ കല്യാണം കഴിച്ചു. പക്ഷേ യേശു വളർന്നു വന്ന് അവന് 30 വയസ്സായപ്പോൾ അപ്പനെ അമ്മയുടെ വീട്ടിൽ നിന്ന് വിട്ടിറങ്ങി. പേയിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങാടികൾ തോറും നടന്ന് അവൻ അനേകം നുമ്പൽക്കാരനെ സുഖമാക്കി. അവൻ മുടന്തനെ നടക്കുമാറാക്കി, പൊട്ടക്കടനെ കാഴ്ച കൊടുത്തു, കാത് കേൾക്കുമാറാക്കി, ഊമയെ കരാഫുമാറാക്കി, ഭൂതം ബാധിച്ചവരിൽ നിന്നും ഭൂതത്തെ പുറത്താക്കി, അവരുടെ കുളിമയാക്കി. അവൻ പേയിൻ്റെ പിള്ള ആയിരുന്നത് കൊണ്ടാണ് ഇതൊക്കെ അവനെ സാധിച്ചത്. അവൻ കൂട്ടത്തെ ഇങ്ങനെയെല്ലാം സഹായിച്ചുകൊണ്ട് അവനിൽ പേയ് ശക്തി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. അവൻ പേയ് പിള്ളയാണെന്നും അവർ പലരും നമ്പി. അവരുടെ പാവ സ്വഭാവം യേശു കണ്ടുവെങ്കിലും അവൻ അവരെ സ്നേഹിച്ചു. അവരുടെ സ്നേഹം നിമിത്തം അവർക്ക് വേണ്ടി ജീവൻ പോകുവാൻ അവൻ തയ്യാറായി. തൻ്റെ മരണത്താൽ യേശു നമ്മുടെ പാവത്തിനും പരിഹാരം വരുത്തി നമ്മെ കാക്കുവാൻ കഴിവുള്ളവനാണ് താൻ എന്നും നാം വിശ്വസിക്കണമെന്ന് യേശു നമ്മളോട് ആവശ്യപ്പെടുന്നു. യേശുവിൽ വിശ്വസിക്കൂ, നിന്നെ ചെയ്താൽ നിന്നും എല്ലാ ദുരാത്മാക്കളിൽ നിന്നും വിടിപ്പിക്കുവാൻ അവന് ശക്തിയുണ്ട്. നീ അവനോട് രാജിച്ചാൽ നിനക്ക് വേണ്ടി അവൻ അത് ചെയ്യും. അവനോട് ഇപ്പോൾ കരാപ്പുക, അവൻ കേൾക്കും. പാഠം 5. നിന്റെ ആത്മാവിനെ സുഖമാക്കുവാൻ യേശുവിന് കഴിയും. യേശു പേയിൻ്റെ പുള്ളയെന്നു ബൈബിൾ കരാപ്പുന്നു. ആൾക്കൂട്ടത്തിൻ്റെ പാവത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ അവൻ ഭൂമിയിൽ വന്ന് ഈ കാരണം കൊണ്ട് അവൻ ക്രിസ്തു എന്ന് ചൊല്ലപ്പെടുന്നു. നമ്മളെ രക്ഷിക്കുവാൻ പേയിനാൽ അയക്കപ്പെട്ടവൻ എന്നാണ് പേരിൻ്റെ അർത്ഥം. അവൻ ഭൂമിയിൽ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അവൻ രോഗികളെ സുഖപ്പെടുത്തി. അവൻ സ്വർഗത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും ആൾക്കൂട്ടത്തോട് കരാപ്പി. ഒരു നാള് വയ്യരികിൽ കണ്ണു കാണാത്ത പിച്ചക്കാരൻ ഇരുന്ന തനാക്കൊരിക്കലും കാഴ്ച കിട്ടില്ലെന്ന് അവൻ അറിഞ്ഞിരുന്ന. പേയിനെ മാത്രമേ അങ്ങനെ ഒരാളെ സുഖമാക്കുവാൻ കഴിയുള്ളൂ. ഒരാൾക്കൂട്ടം വരുന്നതിൻ്റെയും യേശു വരുന്നു എന്ന് ആരോ കരാപ്പുന്ന ശബ്ദം അവൻ കേട്ടു. യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് അവൻ കേട്ടിരുന്നത് കൊണ്ട് പേയിനാൽ അല്ലാതെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് അറിഞ്ഞിരുന്നത് കൊണ്ടും യേശു സത്യത്തിൽ പേയിൻ്റെ പുള്ള തന്നെയെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. ആൾക്കൂട്ടം അടുത്തു വന്നപ്പോൾ യേശുവേ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഉറാക്കെ കരാപ്പി. യേശു കൈനീട്ടി അവനെ സുഖപ്പെടുത്തി. അവനെ എല്ലാം കാണാമെന്നായി. ഒരിക്കൽ കുഷ്ഠരോഗികൾ
അസുതൻ അസുതൻ വഴിമാറ് എന്ന് അകാറിയിരുന്നു. ഒരിക്കൽ സുഖമാകാത്ത തുക്കുനുമ്പൽക്കാർ ആയിരുന്നു കുഷ്ഠരോഗികൾ. അവരുടെ മേലിൽ നിറയെ മുറിവുകൾ ആയിരുന്നു. യേശു അവരെ കണ്ടപ്പോൾ അവരോട് ദയ തോന്നി അവരെ സുഖമാക്കി. അവർ സുഖമുള്ളവരായി തീർന്നെന്ന് കണ്ടു സന്തോഷിത്താൽ അവർ അവരുടെ വീട്ടിൽ പോയി യേശുവിനോട് നന്ദി കരാപ്പുവാൻ അവർ മറന്നു. ഒരുവൻ മാത്രം മടങ്ങി വന്നു, യേശുവിനോട് നന്ദി കരാപ്പി. അവൻ്റെ ആരാധനാഭാവം കണ്ട് യേശു അവൻ്റെ ഹൃദയത്തിലെ പാപം നീക്കി അവനെ സുഖപ്പെടുത്തി. യേശു ഭൂമിയിൽ 33 കൊല്ലം ജീവിച്ച, എന്നാൽ കൂട്ടത്തിൻ്റെ പ്രമാണിമാർ യേശു പേയത്തെ അവരെക്കാൾ സ്നേഹിച്ചത് കൊണ്ട് യേശുവിനെ വെറുത്തു. അവർ അവനെ പിടിച്ചു കുരിശിൽ തറച്ച് കൊണ്ടുകളഞ്ഞു. അവൻ ചോര ചീന്തി ജീവൻ പോയി. അവൻ പേയിൻ്റെ പുള്ള ആയിരുന്നു എങ്കിലും ഞാൻ രക്ഷപ്പെട്ട് സ്വർഗത്തിന് അവകാശിയായി തീരേണ്ടതിന് അവ നമുക്ക് വേണ്ടി കട്ടം സഹിക്കുവാനും ജീവൻ പോകാൻ തയ്യാറായി. 3 നാൾക്ക് ശേഷം യേശു പുനർജീവിച്ചു. 40 നാളിന് ശേഷം അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോയി. ഇപ്പോൾ അവൻ അവിടെ നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ നമ്മുടെ പാവത്തിൽ ജീവൻ പോയി. ദണ്ഡന സ്ഥലത്തേക്ക് പോകുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. എന്നെ വിളിച്ച് അപേക്ഷിക്കുക. ഞാൻ നിന്റെ പാവങ്ങൾ ക്ഷമിച്ച് നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കാൻ എന്ന് യേശു കരാപ്പി. നമ്മൾ എങ്ങനെയാണ് യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുക? നമുക്ക് ഇപ്രകാരം അവരോട് സംസാരിക്കാം. പ്രിയ പേയെ, ഞാനൊരു പാവിയാണ്. ഞാൻ എൻ്റെ പാവത്തിൽ പശ്ചാത്തപിക്കുന്നു. ഞാൻ ഇനി തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. യേശു എനിക്ക് വേണ്ടി ജീവൻ പോയതിൽ കൊണ്ട് ഞാൻ നന്ദി കരാപ്പുന്നു. എൻ്റെ പാവം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എൻ്റെ ഹൃദയത്തെ പുതുക്കണമേ. നിന്റെ വഴിയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന നീ ചെയ്തുവോ എങ്കിൽ പേയ് കേട്ടിരിക്കണു. നമ്മുടെ ഉള്ളിൽ നമ്മെ തിന്തികളയണ ഒരു നുമ്പൽ പോലെയാണ് പാവം. യേശുവിനെ നാം നമ്മുടെ കർത്താവായി സ്വീകരിക്കണം എങ്കിൽ അവൻ നമ്മിലുള്ള നുമ്പൽ മാറ്റി സുഖമാക്കും. അവ നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കി നല്ല വഴിയിൽ അവനെ പിൻപറ്റുവാനും നമുക്ക് ശക്തി നൽകും. എന്നെ രക്ഷപ്പെടുത്തിയതിനും എൻ്റെ ഹൃദയത്തെ സുഖമാക്കിയതിനും നന്ദി എന്ന് യേശുവിനോട് കരാപ്പു. യേശു നിനക്ക് ചെയ്തതൊക്കെയും മറ്റുള്ളവരോട് കരാപ്പു. പാഠമാറ്. ഗദരദേശം യേശുവിൻ്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവകഥ ഞാൻ കരാപ്പാം. യേശുവും ശിഷ്യന്മാരും ഒരു ചിന്ന തോണിൽ കയറി ഗദരദേശത്തേക്ക് പോയി. യേശു തോണിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാൾ അവനെ കണ്ടു. ആ മനുഷ്യൻ വീട്ടിൽ താമസിക്കാതെ ചുടലിൽ പാർത്തിരുന്നു. അവ ശീല ധരിക്കാതെയും ദുഷ്ടനായിരുന്നു. നാട്ടിലെ ആൾക്കൂട്ടം അവൻ്റെ അടുത്ത് പോകുവാൻ പേടിയായിരുന്നു. ചിലർ അവൻ്റെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് അവനെ മരിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ അവൻ ചങ്ങല പൊട്ടിച്ചു കളഞ്ഞു. ആർക്കും അവനെ മരിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാത്രിയും പകലും അകാറുകയും കല്ലുകൾ കൊണ്ട് തന്നെത്താൻ ഇടിച്ചു മുറിവുണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവൻ പിശാചിന്റെ ശക്തികളാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. യേശു അവനെ സഹായിക്കാൻ വന്നു. യേശുവിനെ ദൂരത്തുനിന്ന് കണ്ട അയാൾ ഓടി വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നമസ്കരിച്ചു. യേശു അവൻ്റെ ഉള്ളിലെ അശുദ്ധ ആത്മാവിനെ ശാസിച്ചപ്പോൾ, ഞങ്ങളെ എന്തു ചെയ്യാൻ പോകുന്നു? നീ പേയ്പുള്ളതെന്ന് ഞങ്ങൾക്കറിയും. ഞങ്ങളിപ്പോൾ തന്നെ യാതന സ്ഥലത്ത് അയക്കരുത് എന്നും ദുരാത്മാവ് അകാറി. നിന്റെ പേരെന്തെന്ന് യേശു ചോദിച്ചു. ലഗിയോൺ എന്ന് വെച്ചാൽ അനേകരെ എന്നാണ് പേര് എന്നും അശുദ്ധാത്മാവ് കരാപ്പി. യേശു കൽപ്പിച്ചപ്പോൾ ദുരാത്മാക്കൾ ആ മനുഷ്യരെ വിട്ട്
അടുത്തുള്ള പന്തിക്കൂട്ടത്തിൽ കയറി. പന്തിക്കൂട്ടങ്ങൾ കുന്നിൻ മുകളിൽ നിന്ന് കടും തൂക്കത്തോടെ അടുത്തുള്ള തടാകത്തിൽ വീണു മുങ്ങിച്ചത്തു. അതിനുശേഷം അയാൾ യേശുവിനോട് സംസാരിച്ചു. അവൻ ശീല ധരിച്ച് സ്വബോധം ഉള്ളവനായി. അവൻ യേശു തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ അവനെ കൂടെ കൊണ്ടുപോകാൻ അപേക്ഷിച്ചു. പക്ഷേ യേശു സമ്മതിച്ചില്ല. നീ പോയി നിന്റെ ആൾക്കാരോട് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തത്, അവൻ നിന്നോട് കരുണ കാണിച്ചത് കരാപ്പുക എന്ന് കരാപ്പി. അവൻ തിരിച്ചു പോയി അവൻ്റെ ഊരിൽ ചുറ്റുമുള്ള 10 ഊരുകളിലും ഈ വർത്തമാനം അറിയിച്ചു. ആൾക്കാർ ശാന്തമായി അവനെ ശ്രദ്ധിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. നമ്മ രാജ്യത്ത് ഇതുപോലെയുള്ള അശുദ്ധാത്മാക്കൾ ഉണ്ട്. നമ്മുടെ പാതയിൽ നമ്മെ ഉപദ്രവിക്കുവാൻ കാത്തു കിടക്കുന്ന വിഷപ്പമ്പ് പോലെയാണ് സാത്താൻ. പിശാച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തികളെ മുടിച്ചു കളയുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. നമ്മുടെ നാട്ടിൽ എത്ര അശുദ്ധാത്മാക്കൾ ഉണ്ടെങ്കിലും യേശു പേടിക്കണില്ല. യേശു ശക്തനാണ്. പിശാചിൻ്റെ പ്രവർത്തികളിൽ നിന്ന് നമ്മെ വിടിയിപ്പിക്കാനാണ് യേശു വന്നത്. യേശു ആരാണെന്ന് അശുദ്ധാത്മാക്കൾ അറിയുകയും അവനെ പേടിപ്പെടുകയും ചെയ്യുന്നു. അവരെ അവൻ വെട്ടയാക്കുമെന്ന് അവർക്കറിയാം. ശൈത്താനും അവൻ്റെ സഹായികൾക്കും യേശുവിനെ പേടിയാണ്. ശൈത്താൻ്റെയും അശുദ്ധാത്മാക്കളുടെയും പ്രവർത്തികളിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. യേശുവിനോട് നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കൂ. യേശു ശൈത്താനെയും അവൻ്റെ പ്രവർത്തികളെയും തോൽപ്പിച്ചിരിക്കുന്നു. യേശുവിനോട് പരാജുകയും നിന്റെ പാവത്തിലെടുത്ത് കളയുവാൻ അപേക്ഷിക്കുകയും ചെയ്യുക. അത് ചെയ്യുവാനും നിന്നെ ശൈത്താനിൽ നിന്ന് രക്ഷിക്കുവാനും യേശുവിന് ശക്തിയുണ്ട്. അവ നിന്നെ അവൻ്റെ ആൺപിള്ളയെ പെൺപിള്ളയെ ആക്കും. നീ അവനിൽ നമ്പിയിരുന്നാൽ അവ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. പാഠം 7. യേശുവിൻ്റെ മരണത്തിൻ്റെ സംഭവം സത്യമോ? ഇതേപ്പറ്റി ഒരു സംശയമില്ല. യേശു വന്നതിൻ്റെ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് എന്ന പ്രവാചകൻ അവന് ദുഷ്ടന്മാരുടെ കൂടെ ശവക്കുഴി കൊടുത്തു എന്നു അവനെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. അതേ ക്രിസ്തു മനുഷ്യന്റെ കയ്യാൽ ജീവൻ പോയി. പക്ഷേ പേയ് അവനെ അതിനായി അയച്ചതാണ്. അവൻ ആൾക്കൂട്ടത്തിൻ്റെ പാവത്തിന് മറുവില കൊടുക്കുവാൻ ഭൂമിയിലേക്ക് വന്നു. ഇത് നമ്പിന് തങ്ങളുടെ പാവത്തിൽ നിന്ന് പിന്മാറുവാൻ ചെയ്യുന്നവർക്ക് ഇനി സ്വന്തം പാവത്തിൻ്റെ വില കൊടുക്കേണ്ടതില്ല. നമ്മ പാവങ്ങൾക്ക് പകരമായി ആരെങ്കിലും ജീവ പോയില്ലെങ്കിൽ നമുക്ക് മോചനമില്ലെന്ന് പേയ് കരാപ്പി. ആകയാൽ നമ്മ പാവങ്ങൾക്ക് മറുവില കൊടുക്കേണ്ടത് ആവശ്യം. നമ്മ പാവികളാകിയാൽ മറുവില കൊടുക്കുവാൻ നമുക്ക് കഴിവില്ല. പാവമില്ലാത്ത ഒരുവൻ ക്രിസ്തു മാത്രമാണ് ഈ മറുവില കൊടുക്കുവാൻ കഴിവുള്ളവൻ. അവൻ മാത്രം. അവൻ നമ്മുടെ പാവത്തിൻ്റെ കടം ഏറ്റെടുത്ത് തൻ്റെ മരണത്താൽ കൊടുത്തു തീർത്തു. അവ നമ്മുടെ പാവങ്ങൾക്ക് പകരമായി അവൻ്റെ ജീവൻ വെച്ചു കൊടുത്തു. അവൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? അക്കാലത്ത് പ്രമാണി പീലാത്തോസ് ആയിരുന്നു മറ്റുള്ളവർ യേശുവിനെ പിടിച്ച് പീലാത്തോസിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് യേശുവിനെ ചോദ്യം ചെയ്ത. പീലാത്തോസ്, ഞാൻ ഇവനിൽ ഒരു തെറ്റും കാണാനില്ല, അവന് ഞാനൊരു ശിക്ഷ കൊടുത്ത് പറഞ്ഞയക്കുമെന്ന് കരാപ്പി. എന്നാൽ മത നേതാക്കൾ അനേകർ അവൻ്റെ പുറകെ പോണു. നീ അവനെ വിട്ടയച്ചാൽ നീ രാജാവിൻ്റെ തുണക്കാരനല്ല എന്ന് കരാപ്പി. പീലാത്തോസ് ഇത് കേട്ടിട്ട് രാജാവിനെ പേടിപ്പെട്ടു. നിങ്ങൾ അവനെ കൊണ്ടുപോയി വിധിപ്പിൻ, ഞാൻ അവനിൽ ഒരു തെറ്റും കാണുന്നില്ല എന്ന് കരാപ്പി. ഇയാളുടെ മരണത്തിൽ എന്നെ കുറ്റപ്പെടുത്തണ്ട എന്ന് കരാപ്പി. പീലാത്തോസ് കൈകച്ചി. അവർ യേശുവിനെ വിധി മണ്ഡപത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയി അടിച്ചു. അവനൊന്നും മിണ്ടിയില്ല.
അവർ അവനെ കൊല്ലേണ്ടതിന് അവൻ്റെ മരക്കുരിശ് ചുമ്മുവാൻ അവനെ ഏൽപ്പിച്ചു. ആൾക്കൂട്ടം അവനെ പിന്തുടർന്നു. തൻ്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ അവന് കഴിയുമായിരുന്നില്ലേ? നിശ്ചയമായി കഴിയുമായിരുന്നു. പക്ഷേ തൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ പാവത്തിൻ്റെ പകരമായി അവൻ കൊല്ലപ്പെട്ടു എന്ന പ്രവചനം അവൻ അറിഞ്ഞിരുന്നു. അവർ അവൻ്റെ കൈകൾ കുരിശുമേൽ വിരിച്ചു. ആണികൾ തറച്ച കുരിശ് ഉയർത്തി. യേശു അവൻ്റെ കയ്യും കാലിൽ മേൽ കൈ കാലുകളിൽ തറയ്ക്കപ്പെട്ട ആണികൾ മേൽ തൂങ്ങി. അവൻ്റെ പുറത്ത് അടിപ്പിണരുകളിൽ നിന്ന് അടിയേറ്റ മുറിവുകളിൽ നിന്ന് ചോര ചീന്തി. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് കരാപ്പി അവൻ്റെ പകയക്കാരോട് ക്ഷമിക്കുവാൻ പിതാവിനോട് അപേക്ഷിച്ചു. യേശു ജീവൻ പോയപ്പോൾ ദേശത്തിൽ കരിക്കലുണ്ടായി. അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടായി. മരിച്ച പലരും പുനർജീവിച്ച് അങ്ങാടിയിലേക്ക് വന്നു. പലരും അവരെ കണ്ടു. അവൻ മരിച്ചത് കൊണ്ട് അവൻ്റെ പകയക്കാർ തങ്ങൾ ജയിച്ചെന്ന് വിചാരിച്ചു. അവൻ്റെ കൂട്ടുകാർ അവൻ്റെ ശരീരം ഒരു മടയിൽ വെച്ച് മടയുടെ വാതിക്കൽ വലിയൊരു കല്ല് വെച്ച് അവനെ ക്രൂശിച്ചവർ. കാവൽക്കാരായി പട്ടാളക്കാരെയും അവിടെ നിർത്തി. നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തത് കൊണ്ട് താൻ മരിക്കണമെന്ന് പേയ് ആവശ്യപ്പെട്ടു എന്നു യേശു അറിഞ്ഞിരുന്നു. തൻ്റെ ജീവൻ വെക്കുവാനും അത് തിരിച്ചെടുക്കുവാനും തനക്ക് കഴിയുമെന്ന് യേശു ചൊല്ലിയിരുന്നു. യേശുവിന് എന്നേക്കും മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അവനിൽ പാപമില്ലാത്തത് കൊണ്ട് അവൻ മരണ യോഗ്യനല്ല എന്നു ഞാൻ നിങ്ങളോട് കരാപ്പിയല്ലോ. മരണത്തിന് അവനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ മരണം കഴിഞ്ഞ് 3 നാൾ പേയ് അവനെ ശവക്കുഴിന്ന് ഉയർത്തി. അനേക ആളുകൾ അവനെ ജീവൻ ഉള്ളവനായി കണ്ടു. ഒരു നേരത്ത് 500 പേര് അവനെ കണ്ടു. അവൻ ഒരു ആത്മാവ് ആയിരുന്നില്ല. അവൻ്റെ തുണക്കാരിൽ ഒരുവനായ തോമസ് യേശു ജീവിച്ചിരിക്കുന്നെന്ന് നമ്പിയില്ല. ഒരു കരിക്കല്ല് യേശു അവരുടെ അടുത്തെത്തി തോമസിനോട്, നിന്റെ വിരൽ നീട്ടി എൻ്റെ കയ്യിലെ ആണിപ്പാടുകൾ നോക്കുക, സംശയിക്കാതെ വിശ്വസിക്കൂ എന്ന് ചൊല്ലി. അവൻ മരണത്തിൽ നിന്ന് ഉയർത്ത ശേഷം 40 നാൾ ഭൂമിയിൽ ജീവിച്ചു. അവൻ തുണക്കാരോട് കരാപ്പുകയും തിന്നുകയും ചെയ്തു. നിങ്ങളെല്ലായിടത്തും പോന നിങ്ങൾ കണ്ടതൊക്കെയും കൂട്ടത്തിനോട് ചൊല്ലുവിൻ. ആൾക്കൂട്ടം തങ്ങളുടെ പാവം വഴികളെ വിട്ടു തിരികെയും അവർക്കായുള്ള എൻ്റെ മരണത്തെ സ്വീകരിക്കുവാൻ ചെയ്യുവിൻ എന്ന് ആൾക്കൂട്ടത്തോട് കരാപ്പാൻ കൽപ്പിച്ചു. അവൻ ഭൂമിയിൽ നിന്ന് ഉയർന്ന സ്വർഗത്തിലേക്ക് തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോണത് അവർ കണ്ടു. ഒരു നാൾ രക്ഷകൻ വരുമെന്ന് അവൻ ആൾക്കൂട്ടത്തെ അവരുടെ പാവങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന് പേയ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അവൻ വന്നു. പക്ഷേ അവരുടെ രാജാവായി വരാത്തതിനാൽ പലരും അവനെ അറിഞ്ഞില്ല. അവനെ കൈക്കൊണ്ട് അവനെ പിൻപറ്റുന്ന ഏവരും യാഥാർത്ഥ്യത്തിൽ സന്തോഷമുള്ളവരാകും. തൻ്റെ അടുക്കളയിൽ വരുന്നവരെ യേശു നിരസിക്കുകയില്ല. നിന്നെ സ്വീകരിക്കുവാൻ യേശുവിനോട് പരാച്ചു. നീ അവനോട് കരാപ്പുമെങ്കിൽ അവ നിന്റെ പരാച്ചൽ കേൾക്കും. യേശു എന്നേക്കും ജീവിക്കുന്നു. അവൻ്റെ മേലില് ദ്രവത്വം കാണുകയില്ല എന്ന് പേയ് തൻ്റെ വചനമായ ബൈബിളിൽ കരാപ്പിയിരുന്നു. യേശു തൻ്റെ മരണത്തിൽ നിന്ന് ഉയർത്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയിരിക്കുന്നു. അവൻ ഒരു നാള് ഈ ലോകത്ത് ന്യായം വിധിപ്പാൻ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരും. പേയിൻ്റെ വചനം കരാപ്പുന്നു. അന്ത്യനാളിൽ ന്യായാധിപനായി പേയ് യേശുവിനെ നിയമിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അവനെ ഉപേക്ഷിക്കുന്നു എങ്കിൽ അവ നിങ്ങളെയും ഉപേക്ഷിക്കും. നിങ്ങളിപ്പോ പാവങ്ങളെ വിട്ടുപോരുകയും യേശുവിനെ സ്വീകരിക്കുകയും ചെയ്താൽ അവ നിങ്ങളുടെ പാവങ്ങളെ നീക്കും. നിങ്ങൾ ജീവൻ പോകുമ്പോൾ
നിങ്ങൾ അവനോട് കൂടെ എന്നും ജീവിക്കേണ്ടതിന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഇപ്പോൾ അവനിൽ വിശ്വസിക്കുക. പാഠം 8. ക്രിസ്ത്യ ജീവിതം. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നാൽ അർത്ഥം എന്താണ് എന്ന് അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അനേക ആളുകൾ കൊണ്ട് നിറഞ്ഞ തിരക്കേറിയ ഒരു പാത പോലാണ് ജീവിതം. ഓരോരുത്തരും തങ്ങളുടെ ചുമലിൽ അവരവരുടെ പാപഭാരം വഹിക്കുന്നു. എല്ലാവരും പാപം ചെയ്യുന്നവരാണ് എന്നും ബൈബിൾ കരാപ്പുന്നു. ലോകത്തിൽ നാം കേൾക്കുന്ന സകല ശബ്ദത്തിനായി മീതെ ഒരു ശബ്ദം വിളിച്ചു പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവര് എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നാണ്. പലരും ഇതൊന്നും ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നു. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആ ശബ്ദം വീണ്ടും കരാപ്പുന്നു. അവരിൽ നിന്ന് വേർവിട്ടു ഇരിപ്പിൻ, അശുദ്ധമായതൊന്നും തുടരുത്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് ആമ്പിള്ളയും പൊമ്പിള്ളയും ആയിരിക്കും. കൂട്ടത്തിൽ ചിലർ കേട്ട ശേഷം യാത്ര തുടരുന്നു. ഒടുവിൽ ചിലർ നിന്നു ശ്രദ്ധിക്കുന്നു. ചില നിമിഷത്തേക്ക് അവൻ മടിച്ചു നിൽക്കുന്നു. അടുത്ത നിമിഷത്തിൽ ആൾക്കൂട്ടത്തെ വിട്ട് ഒരിടിഞ്ഞ പാതയിലൂടെ തിരിച്ചു നടക്കുന്നു. വിശാലമായ പാതയിൽ ആൾക്കൂട്ടം അവനെ നിന്ദിക്കുന്നു. ആ വഴിയിൽ നീ ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്ന് അവനോട് കരാപ്പുന്നു. ആ മനുഷ്യൻ പക്ഷേ അത് ശ്രദ്ധിക്കുന്നില്ല. അവൻ പുരുകുന്നു. കാരണം അവൻ്റെ ചുമലിൽ നിന്ന് വലിയൊരു പാപഭാരം നീങ്ങിപ്പോയി എന്ന് അവൻ അറിയുന്നു. അവൻ്റെ പഴയ ശീലങ്ങളും പാവഭംഗിതമായ സുഖഭോഗങ്ങളും അവനെ വിട്ടുപോയിരിക്കുന്നു. ആദ്യം അവന് താൻ ഈ ഇടിഞ്ഞ പാതയിൽ ഒറ്റക്കായെന്ന് വിചാരിച്ചു. എന്നാൽ യേശു അവൻ്റെ കർത്താവ് വന്നു അവൻ്റെ കൂടെ നടക്കുന്നു. യേശു ഈ മനുഷ്യൻ്റെ ഹൃദയത്തെ അവൻ ഒരിക്കലും പാപ സ്വഭാവത്തിലേക്ക് മടങ്ങിപ്പോകാത്ത വണ്ണം സന്തോഷവും സമാധാനവും സംതൃപ്തിയും കൊണ്ടു നിറയ്ക്കുന്നു. പേയെ തൻ്റെ പരിശുദ്ധാത്മാവിന് നൽകി അവനെ താൻ പേയ്പുള്ളാക്കുന്നു എന്നറിയുവാൻ തക്കവണ്ണം ഒരു വിശ്വാസി ആക്കി തീർക്കുകയും ചെയ്യുന്നു. നിനക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ നിന്റെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് ഒരു പേയ്പുള്ളാക്കുവാൻ കഴിയും. നീ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എത്ര അത്ഭുതകരമായ മാറ്റമാണ് യേശു നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്. ആകയാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതെല്ലാം പുത്തനായി തീർന്നിരിക്കുന്നു. അവൻ്റെ ശബ്ദം ശ്രദ്ധിക്കൂ. ഞാൻ ജീവൻ്റെ അപ്പമാവുന്നു. എൻ്റെ അടുക്കം വരുന്നവന് ഒരു നാളും പട്ടിണിയെടുക്കില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കൽ ദാഹിക്കുകയുമില്ല. ഇന്ന് നീ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. പാഠം 9. യേശുവിനായി ജീവിക്കുക. യേശുവിനായി ജീവിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എൻ്റെ തുണക്കാരെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നീ ഒരു ക്രിസ്ത്യാനിയാണോ? ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം, ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ച് വളർത്തിയതെന്ന്. എന്നാൽ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കൂ. ഞാൻ യേശുവിനെ സത്യത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടോ? അതോ ബുദ്ധി കണ്ടാണോ വിശ്വസിച്ചിരിക്കുന്നത്? നമ്മുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണോ? അതോ നമ്മുടെ തന്നെ സൽപ്രവർത്തികളിലാണോ നാം ആശ്രയിക്കുന്നതോ? അതോ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് പേയിൻ്റെ പുള്ളകളാകണമെന്ന് അപേക്ഷിക്കുകയാണ് ചെയ്തത്? ഞാൻ പേയിൻ്റെ വീട്ടിലേക്കുള്ള ഞാൻ പാതയിൽ തന്നെയാണ് എന്നുറപ്പിക്കാം. ഒരുവൻ യേശുവിനെ തൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ തൻ്റെ ഹൃദയം തുറക്കുമ്പോൾ അനേക ശുഭകാര്യങ്ങൾ അവനിൽ സംഭവിക്കും. ആ നിമിഷത്തിൽ അവൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും.
നന്മ ചെയ്യുവാൻ അവനെ സഹായിക്കുവാൻ വിധം പേയിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ വരും. അവനൊരു പേയ് പുള്ളയായി തീരുന്നു. പേയ് അവൻ്റെ പിതാവാകുകയും ചെയ്യും. പേയ് അവൻ്റെ പിതാവാകുകയും അവനെ വേണ്ടി കരുതുകയും ചെയ്യും. പേയല്ല ഇപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ട്. ആകയാൽ എല്ലാറ്റിനും നന്ദി പറയുന്നവർ ആയിരിക്കണം. ഇത് നമ്മെ ദീർഘസമയവും കരുണ ഉള്ളവരും ആക്കുന്നു. പേയ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്ന വഴി പേയിൻ്റെ അത്യന്ത ശക്തി നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നു. ഇതേ ശക്തി കൊണ്ട് പേയ് നമ്മെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. പിശാച് നമ്മെ കൊണ്ട് തിന്മ ചെയ്യിക്കുവാൻ ശ്രമിച്ചാലും നന്മ ചെയ്യുവാൻ യേശു നമ്മെ സഹായിക്കും. നമ്മ ജീവിതം കൊണ്ട് നാം പേയിൻ്റെ പിള്ളകളെന്ന് കാണിക്കാൻ കഴിയണം. പേയിൻ്റെ നല്ല വഴികൾ പിന്തുടരുന്ന പുതു മനുഷ്യനാക്കി പേയ് നമ്മെ തീർക്കുന്നു. ഞാൻ പേയിൻ്റെ തുണക്കാർ അല്ലാതിരുന്നിട്ടും പേയ് തൻ്റെ പിള്ളയെ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഏൽപ്പിച്ചു തന്നതുകൊണ്ട് പേയിനെ നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കരുണ കാണിക്കാത്ത ജനങ്ങളെ പോലും സ്നേഹിക്കുവാൻ തക്കവണ്ണം പേയ് തൻ്റെ ആത്മാവിനായി പേയ് സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. നാം എല്ലാ വിധത്തിലും പേയ് സ്വഭാവം ഉള്ളവരായിരിക്കണം എന്ന് പേയ് ആഗ്രഹിക്കുന്നു. നിന്റെ പകക്കാരനെ സ്നേഹിക്കണമെന്ന്, നിന്നെ കുറുമ്പ് കാണിക്കുന്നവർക്ക് നന്മ ചെയ്യണമെന്ന് പേയ് തൻ്റെ വചനത്തിൽ കരാപ്പുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും പേയിൻ്റെ പിള്ളകളാണെന്നും പേയ് സ്നേഹം നിങ്ങളുണ്ട് എന്നും മനുഷ്യൻ കാണും. അങ്ങനെ അവർ യേശുവിനെ പിൻപറ്റുവാൻ ഇടയാകും. പേയിൻ്റെ വചനം അനുസരിക്കേണ്ടത് വളരെ പ്രാധാന്യം ആകിയാൽ പേയ് എന്താ ചൊല്ലുന്നത് എന്ന് അറിയേണ്ടതും ആവശ്യമാണ്. നാം ബൈബിളിൽ നിന്ന് ദിനം പ്രതി പേയിൻ്റെ വാക്കുകൾ പഠിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും പേയിനോട് കരാപ്പുവാൻ സമയം കണ്ടെത്തുവാൻ ചെയ്യേണ്ടതാണ്. പേയിനെ യാഥാർത്ഥ്യമായി അറിയുവാനും അവനിൽ വളരുവാനും ഇങ്ങനെയാണ് സാധിക്കുന്നത്. ഞാൻ പിള്ളകളെ പോലെ തുടരണമെന്ന് അല്ല, മറിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണം നാം അവനിൽ ശക്തരാകണമെന്നാണ് പേയ് ആഗ്രഹിക്കുന്നത്. ഞാൻ പേയോട് കരാപ്പേണ്ട പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ പാപത്തിന് പകരമായി ജീവൻ പോകുവാൻ യേശുവിനെ തന്നതുകൊണ്ട് നാം പേയിനോട് നന്ദി പറയണം. അവരിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാവത്തിൻ്റെ മറുവിലായി യേശു പിശാചിനെ തോൽപ്പിച്ചത് കൊണ്ടാണ് പേയ് ഇത് ചെയ്തത്. പിശാച് തിന്മ ചെയ്യുവാൻ നമ്മെ തോന്നിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ ചോരത്താൽ നമുക്ക് അതിനെ എതിർക്കുവാൻ കഴിയും. അപ്പോൾ അവ നമ്മളെ വിട്ടുപോകും. നീ എപ്പോഴെങ്കിലും പേയിനോട് അനുസരണ കാണിച്ചാൽ നിനക്ക് ദുഃഖം തോന്നും. എങ്കിലും പേടിക്കരുത്. ഉടൻ തന്നെ നിന്നോട് ക്ഷമിച്ച് നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമെന്ന് പേയോട് അഭ്യസിക്കണം. പിശാചിൻ്റെ പരീക്ഷയിൽ അകപ്പെടാതെ ഇരിക്കുവാൻ നീ പേയ് സഹായം അഭ്യർത്ഥിക്കണം. പേയ് നമുക്ക് ചെയ്യുന്ന നല്ല കാര്യത്തിലും കഷ്ടമായ അനുഭവങ്ങളിലും ഒരുപോലെ പേയിനോട് നന്ദിയുള്ളവരായിരിക്കണം. പേയിനോട് നന്ദിയുള്ളവരായിരിക്കണം. ഞാൻ പേയിനെ സ്നേഹിക്കുമ്പോൾ പേയ് എല്ലാം നന്മയ്ക്കായി നമ്മുടെ ജീവിതത്തിൽ കൂടി വ്യാപരിപ്പിക്കുമെന്ന് പറയുന്നു. തങ്ങളുടെ ജീവൻ കർത്താവിന് സമർപ്പിക്കാത്ത മനുഷ്യർക്ക് വേണ്ടിയും ഞാൻ പറയണം. നമ്മുടെ പ്രശ്നങ്ങളിലും ദുഃഖങ്ങളിലും ഞാൻ പറയണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മെ സഹായിക്കുവാൻ പേയ് ആഗ്രഹിക്കുന്നു. പേയ് ഇഷ്ടപ്രകാരമുള്ള എല്ലാ പരസ്യക്കും പേയ് മറുപടി തരുമെങ്കിലും നമുക്ക് ഏറ്റവും നല്ലതെന്താണെന്ന് പേയ്ക്കറിയാം. നമ്മുടെ പരാച്ചൽക്കും മറുപടി കിട്ടുന്നില്ലെങ്കിൽ പേയിനെ നമ്മെക്കുറിച്ച് കൂടുതൽ ശ്രേഷ്ഠമായ പദവി ഉണ്ടെന്നറിയണം. ഞാൻ
പേയിൽ ആശ്രയിക്കുമ്പോൾ പേയ് നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ കൂടുതൽ സന്തോഷം നൽകുകയും കൂടുതൽ പ്രധാന വിഷയങ്ങളിൽ പേയിൽ ആശ്രയിക്കുവാൻ നാം പഠിക്കുകയും ചെയ്യും. പേയിനോട് കൂടി നടക്കുന്നതും ദിനം പ്രതി സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ അനുഭവിച്ച് അറിയുന്നതാണ് ക്രിസ്തീയ ജീവിതം. നീ യേശുവിനെ അനുഗമിക്കുമ്പോൾ പേയ് നിന്നെ അനുഗ്രഹിക്കും.